ഗുഡ് മോർണിംഗ് കേരളം തുടരുകയാണ്. ദീപാവലി ദിവസമായി ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. പ്രശസ്ത കീർത്തന രചയിതാവും സംഗീതജ്ഞനുമായ തൃപ്പൂണിത്തുറ ജയപ്രകാശാണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിലെ അതിഥി. ശ്രീ ജയപ്രകാശ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. സംഗീതജ്ഞന്മാർ, ഗായകർ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ കീർത്തനങ്ങൾ രചിക്കുന്നവർ ഒരുപക്ഷെ കുറവായിരിക്കും. താങ്കൾ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഭഗവാൻ തന്നെയാണ് നമ്മുടെ പ്രേരണ. ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ് എൻ്റെ പ്രേരണ. ഞാൻ ഉള്ളിൽ തോന്നി ഉണ്ടാവുന്ന സംഭവങ്ങൾ. വേറൊരു പ്രേരണ വെച്ചാൽ കർണാടക സംഗീതം ഇഷ്ടമല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊന്നും കീർത്തനത്തിലേക്ക് വന്നതിനുള്ളൊരു വിഷയമാണ്. ഈ കീർത്തനങ്ങളിൽ ഭക്തി തന്നെയാണ് വിഷയമാക്കിക്കൊണ്ട്. ടോട്ടലി ഭക്തി, ഫുൾ സറണ്ടർ. അതിലെ വിഷയം എന്താ വെച്ചാൽ കണ്ടീഷൻ ഇല്ലാത്ത സറണ്ടർ. ആവശ്യം അതെന്തെങ്കിലേ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. എഴുതുകയാണ് ഇപ്പൊ തന്നെ എനിക്ക് സംസാരിക്കാൻ തന്നെ ഒരു വിഷയം, അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇതിൽ നിന്നും എഴുത്തിലേക്ക് വന്നതും തന്നെ വേറൊരു വിഷയം. ഇപ്പം അത് വന്ന് നിൽക്കുന്ന ഒരു ടോട്ടൽ ഒരു ബ്ലിസ്സിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു രംഗത്താണ്. ഇതിൽ നിന്നും വിട്ട് ഇപ്പോൾ വേദ സംഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. വേദത്തിനെ അറിയുക, അതിനെ അറിയാച്ചാൽ തന്നെ ആത്മത്തിനെ അറിയുക, അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ എത്തുക. അതുകൊണ്ടിപ്പോൾ ഫ്ലറിഷായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ആത്മ സാക്ഷാത്കാരത്തിലേക്ക് ചെല്ലുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഇങ്ങനെ സംസാരമൊക്കെ ഞാൻ ഇങ്ങനെ ഇതുകൊണ്ടിരിക്കുകയാണ്, എന്താ പറയുക, അകത്തേക്ക് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അതാണ് വിഷയം. അപ്പം സംഗീതം താങ്കൾക്ക് ഭക്തിയിലേക്കുള്ള ഒരു മാർഗമാണ്. സംഗീതം മോക്ഷത്തിലേക്കുള്ള ഇതാണ്. ഭക്തിയിലുള്ള സംഗീതം, ഭക്തിയോടുകൂടിയുള്ള സംഗീതമാണ് മോക്ഷം. സംഗീതേനാപ്യതേ മോക്ഷ, അതൊരു മോട്ടോ ആണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. താങ്കൾ എങ്ങനെയായിരിക്കും ഭക്തിയെയും സംഗീതത്തെയും ജീവിതത്തെയും വ്യാഖ്യാനിക്കുക? ഭക്തി എന്ന് പറഞ്ഞാൽ ആത്മാനുസന്ധാനം. ഭക്തി ആത്മാവിനോട് കൂടെ നമ്മളെ ത്രാണം ചെയ്യപ്പെടുന്നതാണ്. ഭക്തിയിലൂടെ നമ്മൾ ത്രാണം ചെയ്യപ്പെടുന്നതാണ്. ഭക്തിയിലൂടെ അതിൽ നിന്നും മേലേക്ക് വരണം. ഇത് കീർത്തനിലൂടെയാണ് പല സംഗീതജ്ഞന്മാരും സംഗീത സാമ്രാട്ടുകൾ നമുക്ക് മുമ്പുണ്ടായിരുന്നു. ത്യാഗരാജസ്വാമികൾ, ദീക്ഷിതര്, ശ്യാമശാസ്ത്രികൾ, സ്വാതിരുന്നാൾ, അങ്ങനെയുള്ള ഒരു നമ്മളുടെ ഒരു ഇതുണ്ട്, ഒരു കൾച്ചർ പരമ്പരയുണ്ട്. ആ ഇതിലാണ് നമ്മളുടെ സംഗീതം ഇപ്പം നിൽക്കുന്നത്. അവരാണ് സാമ്രാട്ടുകൾ. സംഗീത സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ അവരാണ് സാമ്രാട്ട്. നമ്മളിപ്പോൾ വെറുതെ അവർ തന്നിരിക്കുന്നതായിട്ടുള്ള പിച്ച, എന്താ പറയുക, അവർ തന്നിരിക്കുന്നതായിട്ടുള്ള അത് വെച്ചിട്ടുള്ള വിഷയം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പം ആരും തന്നെ സ്വന്തമായിട്ട് സംഭവം തന്നെ ചെയ്യുന്നില്ല. അവരിൽ നിന്നാണ് ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ഏത് കാര്യവും അടിപ്പട അവിടെയാണ്, അവരാണ് അതിൻ്റെ ആ അടിസ്ഥാനം. ഈ കീർത്തനങ്ങളുടെ വിഷയം ഭക്തിയാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും പ്രത്യേക ആരാധനാ മൂർത്തികളെ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഈശ്വര കീർത്തനമായിട്ട് ഉള്ളതാണോ താങ്കളുടെ രചനകൾ? ഈശ്വരൻ ഒന്നേ ഉള്ളൂ, വിവിധ ഭാവങ്ങളാണ്. അത് നമ്മളുടെ ഭാവമാണ്. നമ്മൾ എന്ത് വിചാരിക്കുന്നോ ആ ഭാവമാണ് പുറത്ത് കാണുന്നത്. യദ്ഭാവം തദ്ഭവതി എന്നാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞിരുന്നല്ലോ. ടോട്ടലായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഏക ദൈവം എന്ന് പറഞ്ഞത് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണശ്രീ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിനകത്താണ് എൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ. ആ ഒരു സന്നിധിയിൽ നിന്നാണ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളൂ. അവിടെ നിന്നുള്ള ഒരു സ്ഫുലിംഗമാണ് എന്നെ പ്രവർത്തിപ്പിക്കുന്നത്.